ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നല്ല കാന്താരിയൊക്കെ ഇട്ട ഒരു അടിപൊളി മീനച്ചാറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കിന് ചൂരമീൻ മേടിച്ചു. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് ഏകദേശം 1 കിലോയോളം വരുന്നുണ്ട്. ഇത് നമുക്ക് മീനച്ചാർ ഇടാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത മീൻ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മസാലയൊക്കെ തേച്ചിട്ട് ഞാനിത് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് അങ്ങ് എടുത്തു വെച്ചു കേട്ടോ. താഴത്തെ തട്ടിലാണ് വെച്ചത്. എന്നിട്ട് രാവിലെ ഇത് മസാല തേച്ച് വെച്ചു. വൈകുന്നേരമാണ് ഞാൻ മീൻ അച്ചാർ ഇടാനായിട്ട് എടുത്തത്. അപ്പോൾ ഒരു പാനൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച മീനുണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കാം. മീനെല്ലാം മുങ്ങിക്കിടക്കാനുള്ള അത്രയും എണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയിൽ വേണമെങ്കിലും ഇത് വറുത്ത് തിരിച്ചിട്ടിട്ട് എടുക്കാം. കാരണം ഞാനിത് ഇങ്ങനെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസ് ആയതുകൊണ്ട് എനിക്ക് തിരിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കിന് ഒരുപാട് സമയം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് വറുത്ത് കോരി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇളക്കി എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇളക്കി എടുത്തിട്ട് ഞാനിത് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് അങ്ങ് വറുത്ത് കോരിയെടുത്തു. എന്നാൽ ഓവറായിട്ട് വറുത്തെടുക്കുകയും വേണ്ട, എന്നാൽ നന്നായിട്ട് വറക്കുകയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഏകദേശം 1 കിലോ അടുത്തോളം മീനുണ്ടായിരുന്നു. അത് വറുത്ത് തന്നപ്പോഴത്തേക്കിന് ആകെ കുറച്ചേ ഉള്ളൂ. കണ്ടല്ലോ. ഇനി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു വേറെ പൊടികളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാന്താരിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ ഉണ്ടല്ലോ അതിൽ കുറച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കാന്താരി പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഏകദേശം മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ഒഴിക്കാം. ഞാൻ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയും ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീനെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റും കൂടെ ഈ ഒരു തീയിൽ കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ മീനച്ചാറ് ഉണ്ടാക്കുന്നത്. കാന്താരിയിട്ട് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കോരി തിന്നാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.